ഹലോ, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ ചെറിയൊരു കല്യാണ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ട് ഗായത്രിയുടെ അനിയത്തിയുടെ കല്യാണമാണ്. ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് അല്ല, കൊട്ടാരക്കരയിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മളൊരു ട്രിവാൻഡ്രം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടേ, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും കല്യാണമല്ലേ, അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് കരുതി ആദ്യം തന്നെ ഫുഡ് ഫെയർ മേടിക്കാം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം നമുക്ക് 3 പേർക്ക് ചെരുപ്പ് വേണം. അപ്പോൾ 3 പേർക്കും ഇഷ്ടമുള്ളത് അവരവരൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രമാണ് സെലക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത്. കാരണം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോവും. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഇപ്പം ഇത് 3 പ്രജി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുക്കണം. മറ്റേത് ശംഭുവിൻ്റെതാണ്. അപ്പോൾ അതിന് മാച്ചിങ് ഉള്ള ഏതെങ്കിലും ഒന്ന് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ശംഭൂട്ടിന് ഇഷ്ടമുള്ളത് അവൻ എടുത്തു. അതേപോലെ എനിക്കിനി കൺഫ്യൂഷനാണ് ഏതെടുക്കണം എന്നുള്ളത്. കാരണം ഈ ഒരു ഒക്കേഷൻ മാത്രമല്ലല്ലോ, നമുക്ക് എപ്പോഴും ഇടാൻ പറ്റുന്ന പോലത്തെ ചെരുപ്പാണ് ഞാൻ നോക്കുന്നത്. എപ്പോഴും ഓൺലൈൻ സൈറ്റിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ എടുക്കുക. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇതൊക്കെ കടയിൽ പോയി എടുക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ കടയിൽ പോയപ്പോൾ ഈ ഹീൽസ് എന്തോ എനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാനത് മാറ്റിവെച്ചു. അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോരോ ചെരുപ്പുകൾ ഇങ്ങനെ മാറ്റിവെച്ചു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തു. ഇപ്പം നമുക്കിനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കണം. അപ്പം ഇതെല്ലാം അടുത്തടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. കാരണം സാരിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്തായാലും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കാർവാറിലുണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സാരി എന്നൊരു ഓപ്ഷൻ പറഞ്ഞപ്പം ശരി എന്ന് ഞാനും പറഞ്ഞു. അപ്പം അങ്ങനെ സാരി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ബ്ലൗസൊക്കെ തയ്ക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് ഡിലേ ആവും. അപ്പം ഇഷ്ടപ്പെട്ട ചെരുപ്പുകളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ സൈസ് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ സൈസ് വലുതായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ കൊള്ളാവുന്ന ഒന്ന് അല്ലെങ്കിൽ ഭേദപ്പെട്ട ഒരെണ്ണം നോക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ നേരെ അതിനടുത്തുള്ള സിത്താര സിൽക്സിലേക്ക് പോയി. അവിടുന്ന് കുറേ സാരികളൊക്കെ നോക്കി. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലൊരു ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബേൺഡ് ഓറഞ്ച് കളറൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കളറ്. ഇപ്പോൾ ഒരു ബേൺഡ് ഓറഞ്ചും അതേപോലെ കോഫി ബ്രൗൺ ഒരു ട്രെൻഡിങ്ങിൽ വന്നിട്ടില്ലേ. പക്ഷേ എനിക്ക് ഈ അത്രയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് അത്ര താല്പര്യം വരത്തില്ല. കാരണം അത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിൾ പട്ടുസാരി എടുത്തു. നമ്മുടെ ഓറഞ്ചും അതേപോലെ ഒരു ഗ്രീൻ കളറും വരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ ഇത് പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ നമുക്ക് പുറത്ത് ചെല്ലുമ്പോൾ വേറൊരു കളറായിട്ടായിരിക്കും തോന്നുകയെന്നേ. അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നിട്ടൊന്ന് നോക്കുകയാണ് കളർ എങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ പ്രജയോട് ചോദിക്കുകയാണ്, ഇടിവെട്ട് കളർ വല്ലതും ആണോ, മോശമാണോ, ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എറിച്ച് നിൽക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പ്രജ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല, നല്ല സാരിയാണെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പ്രജിക്കും ശംഭുവിനും നോക്കണം. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഏകദേശം ഇതിനോട് മാച്ച് വരുന്ന കളേഴ്സൊക്കെ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോയത്. അപ്പം എന്ത് ചെയ്താലും ശംഭൂട്ടൻ ആ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിൽ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്കിനി വേറെ കടയിൽ നോക്കാമെന്ന് പറഞ്ഞാൽ അത് പോയി. പക്ഷേ പ്രജിക്ക് വേഗം കിട്ടി. അപ്പം സിമ്പിളായിട്ടുള്ള ഒരു കോട്ടൺ മതി. കാരണം ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത്. അപ്പോൾ കോട്ടൺ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പ്രത്യേകിച്ച് അങ്ങനെ സിൽക്കോ അല്ലെങ്കിൽ അധികം വർക്കുള്ളതോ ഒന്നും വേണ്ട, സിമ്പിൾ ഒരു കോട്ടൺ കുർത്ത, അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് കിട്ടി. പക്ഷേ കുറച്ച് സൈസ് വലുതാണ്. ഇപ്പോൾ മുകളിൽ ഓൾട്രേഷൻ ചെയ്യുന്ന സ്ഥലമുണ്ട്, അതുകൊണ്ട് അവിടെ പോയി ചെയ്താൽ മതി എന്ന് ആ ഒരു ചേച്ചി പറയായിരുന്നേ. പിന്നെ പല കളറും ശംഭൂട്ടനും നോക്കിയെങ്കിലും നമുക്കത് അവിടെ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശംഭൂട്ടന് ഇനി മീറ്ററിന് തുണി എടുത്തിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തന്നെ തയ്ക്കാമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഞാൻ വിചാരിച്ചു അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടൊരു തുണി കിട്ടിയാൽ അടിപൊളിയായിരിക്കുമല്ലോ എന്നേ. ഈ ഡെമ്മയിൽ വെച്ചിരിക്കുന്ന കുറേ സാരികളുണ്ടേ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പം ഇങ്ങനെ പ്രജി പറയായിരുന്നു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി വന്നിട്ട് സാരി എടുക്കാം. കാരണം ഇത് നമുക്ക് വീടിനടുത്തുള്ളൊരു കടയാണ്, നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിനി വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വന്നു. ഇതിന് ശേഷം കൊച്ചിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു കടയാണ് സോൾട്ട് റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ലഞ്ച് കഴിക്കാമെന്ന് ചോദിച്ചു. കാരണം ഓൾറെഡി പ്രജയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി വരുന്നുണ്ട്. ഇനി വീട്ടിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ലഞ്ച് കഴിച്ച് എല്ലാം വരാനുള്ള സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് പോവാം, എന്നിട്ട് നമ്മളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പ്രജ ഡ്യൂട്ടിക്ക് അങ്ങനെ അങ്ങ് പോകാം എന്നുള്ള ഇതിൽ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഒരു ഞങ്ങൾ രണ്ടുപേരും ഓരോ ബിരിയാണിയാണ് പറഞ്ഞത്. ശംഭൂട്ടിന് സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പല സ്ഥലത്തും ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഒക്കെ കൂടുതലാണ്. നമുക്ക് ഒരാൾക്ക് ഒരു പക്ഷേ എനിക്കത് കഴിച്ച് തീർക്കാൻ പറ്റില്ല. എനിക്കെന്നല്ല, എനിക്കും പ്രജിക്കും ചിലപ്പോൾ ഒരു ഫുൾ ബിരിയാണി കഴിക്കാൻ പറ്റില്ല. മോസ്റ്റ്ലി ഞങ്ങളത് കഴിക്കാറില്ല. അതുകൊണ്ട് ശംഭൂട്ടിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അഥവാ അത്രയും 3 പേരും വേറെ വേറെ ഡിഷസ് ഒക്കെയാണ് എടുക്കുന്നെങ്കിൽ ആ ഒരു അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ഫ്രൈസ് അവന് വേണ്ടി മേടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ 2 ബിരിയാണിയാണ്, ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വരുന്നത്. അതുകൊണ്ട് പോർഷൻസ് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കിട്ടിക്കഴിഞ്ഞപ്പോൾ തോന്നി പറയാതിരുന്നത് എന്തുകൊണ്ട് നന്നായിരുന്നു. കാരണം ഒത്തിരി പോർഷന് കൂടുതലുണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ അധികം എരിവില്ലാത്ത സ്പൈസ് കുറഞ്ഞ പോർഷൻ റൈസൊക്കെ ശംഭുവിന് കൊടുത്തു.
മസാലയുള്ള പോർഷൻ നമ്മളെടുത്തു. അവിടെ എൻ്റെ ആലപ്പുഴ വീടിൻ്റെ അങ്ങോട്ടൊക്കെ ബിരിയാണിയുടെ കൂടെ ബോയിൽഡ് എഗ്ഗാണ് കിട്ടുന്നത്. കണ്ണൂർ സൈഡിലോട്ട് പൊതുവെ മുട്ട കിട്ടാറില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ ഓംലെറ്റ് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പം കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു ബിരിയാണി. എത്രത്തോളം അടിപൊളിയാണെന്ന് ചോദിച്ചാൽ കഴിക്കാൻ ടേസ്റ്റൊക്കെയാണ്, പക്ഷേ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഹൈപ്പുള്ള ബിരിയാണി ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ്, സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് റെസ്റ്റോറൻ്റ് ഒക്കെയാണ്. പക്ഷേ എനിക്ക് ഇനി ഒരു പക്ഷേ ഞാൻ അവിടെ പോയാൽ ചിലപ്പോൾ ബിരിയാണി കഴിക്കില്ലായിരിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് വീണ്ടും കഴിക്കണം എന്നുള്ള ടേസ്റ്റ് ഒന്നും അവിടെ നിന്ന് തോന്നിയില്ല. ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നി, ഒരു ഫ്ലേവർ ഇല്ലാത്തതുപോലെ തോന്നി. ബട്ട് ഒരു ബിരിയാണിയുടെ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു പ്ലെയിൻ ഫീൽ തോന്നി. ഒരു എനിക്ക് ഇച്ചിരി ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം, അത് അല്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ അവിടെ കുറച്ചും കൂടി നൈറ്റ് വൈബാണ് കുറച്ചും കൂടി നല്ലത്, കായലിൻ്റെ തീരമൊക്കെ അല്ലേ. അപ്പം ഇപ്പോഴത്തെ ഒരു ആംബിയൻസും ശരിയായിട്ട് തോന്നിയില്ല, ഭയങ്കര ചൂടും. അതേപോലെ ഈ രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു വൃത്തിക്കുറവ് പോലെയൊക്കെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് പ്രശ്നം കേട്ടോ. അത് കഴിഞ്ഞ് പ്രതി ഡ്യൂട്ടിക്ക് പോയി. അടുത്ത ദിവസമാണ് ഇനി ശമ്പൂട്ടിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മീറ്ററിന് തുണി മേടിക്കാം എന്നുള്ള തീരുമാനം ഉറപ്പിച്ചു. കാരണം വേറെ 2-3 കടയിലും കൂടെ കയറി, പക്ഷെ ഒന്നും കിട്ടിയില്ല. ആ ഒരു കളർ എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ പ്രജിക്ക് ഓറഞ്ച് എടുത്തത് കൊണ്ട് തന്നെ ശമ്പൂട്ടനും ഓറഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ സാരിയുടെ ബോർഡറിൽ വരുന്ന ഗ്രീനോ ഒക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. നടന്നില്ല. അപ്പം ഞങ്ങളൊരു ഫലൂദയും ഐസ്ക്രീമും മിൽക്ക് ഷേക്കും ഒക്കെ കഴിച്ചിട്ട് മീറ്ററിന് തുണിയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ സ്വന്തം തയ്ക്കാമെന്ന് കരുതി. ഇത് പാൻറ്റാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ തന്നെ വരാം. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ. പിന്നെ നമ്മൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി വീഡിയോ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഞാനൊരു വെക്കേഷനിലാണ്. ഈ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു മാസത്തെ ലീവൊക്കെയാണ്, ഇപ്പോൾ ലീവിലാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയി, എല്ലാവരുടെയും വീട്ടിലൊക്കെ പോയി കുറച്ച് ബിസി ആയിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് പ്രോപ്പർലി വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ തൊട്ട്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, അതുകൊണ്ട് ഇന്നലെ തൊട്ട് എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ തൊട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 6:30 മണിയാകുമ്പോഴത്തേക്ക് വീഡിയോ ഇടാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം കാണാം കേട്ടോ. ടാറ്റാ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.